വിപ്ലവകരമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ ചരിത്ര ഇതിഹാസം എഴുതിയ മഹാനായ VS ആണ് ഇന്നുച്ചയ്ക്ക് ശേഷം നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തന കേന്ദ്രം കേരളമായിരുന്നു എന്നെല്ലാവർക്കും അറിയാം. ഒന്നായിരുന്ന പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും CPMൻ്റെ പോളിറ്റ് ബ്യൂറോയിലും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രവും അതിലുള്ള വിശ്വാസവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും പാർട്ടി രംഗത്തും സമരരംഗത്തും ഭരണരംഗത്തുമെല്ലാമുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം അദ്ദേഹത്തെ ഒരു ദേശീയ നേതാവായിട്ട് തന്നെ ഉയർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു സംസ്ഥാനത്ത് നിന്ന് പ്രവർത്തിച്ച് ദേശീയമായി ശ്രദ്ധിക്കപ്പെട്ട അപൂർവം നേതാക്കൾ മുമ്പിലാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ VSനെ പോലെ അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഉയർന്നു വന്ന് പോരാടി ഉയർന്നു വന്ന് പ്രവർത്തിച്ച് ദേശീയ തലത്തിൽ പ്രാധാന്യം നേടിയ മറ്റൊരു രാഷ്ട്രീയ വ്യക്തിത്വം ഇല്ല എന്ന് തന്നെ പറയാം. സമാനതയില്ലാത്ത ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് ഇന്ത്യയിൽ. അദ്ദേഹത്തിന് തുല്യരായിട്ട് ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല, ഒരു പാർട്ടിയിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. VSൻ്റെ പ്രവർത്തനത്തിലെ ആദ്യ കാലങ്ങൾ അദ്ദേഹം കേന്ദ്രീകരിച്ച അമ്പലപ്പുഴ താലൂക്കിലും അടിമകളെ പോലെ കഴിഞ്ഞിരുന്ന കർഷക തൊഴിലാളികളെ ഉണർത്തുന്നതിന് വേണ്ടിയുള്ള കുട്ടനാടൻ ഗ്രാമങ്ങളിലുമായിരുന്നു. തയ്യൽ തൊഴിലിൽ ഏർപ്പെടുകയും കയർ ഫാക്ടറിയിൽ പ്രവർത്തനം ആരംഭിക്കുകയും തൊഴിലാളിയായി പ്രവർത്തനം ആരംഭിക്കുകയും പുന്നപ്പുറവേലാർ സമരങ്ങളിൽ പോരാടുകയും ഒടുവിൽ പോവുകയും പൂഞ്ഞാറിൽ വെച്ച് ഒടുവിൽ വെച്ച് ആളുകൾ ഒറ്റിക്കൊടുത്ത് അദ്ദേഹത്തെ CPയുടെ പോലീസ് പിടികൂടി ഭീകരമായി മർദ്ദിച്ച് കാലിൽ മൂർച്ചയുള്ള ബയണറ്റ് കുത്തിത്തിരികയും ജീവിതാവസാനം വരെ അതിൻ്റെ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് അനുഭവിച്ചെങ്കിലും